ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോണത് വിവാഹ പൊരുത്ത പരിശോധനയിലെ പ്രായോഗികതകൾ. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇതിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പൊ പറയുന്നത്. ഇതോടുകൂടി അത് തീരും. അപ്പോൾ വിവാഹ പൊരുത്ത പരിശോധനയിലൂടെ രണ്ട് വ്യത്യസ്ത വ്യക്തികളെ സമന്വയിപ്പിക്കുകയാണ്, അതായത് ഒന്നാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാൽ വളരെ ശ്രദ്ധിച്ച് ശാസ്ത്ര അനുസൃതമായും ഗുരു ഉപദേശപ്രകാരവും ഉള്ള മാർഗത്തിൽ കൂടി വേണം ചേർച്ച പരിശോധിച്ച് നിശ്ചയിക്കാൻ. പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ അതിപ്രസരം, ആചാര്യന്മാരുടെ വീക്ഷണങ്ങളിലുള്ള ഭിന്നതകൾ, കാലദേശഭേദമനുസരിച്ച് ആചാര വൈവിധ്യങ്ങൾ എന്നിവ കൊണ്ട് പൊരുത്ത ശോധനയിൽ ധാരാളം ചിന്താക്കുഴപ്പങ്ങൾ വന്നുകൂടുന്നുണ്ട്. ആകയാൽ ജ്യോത്സ്യൻ തൻ്റെ ഗുരു ഉപദേശപ്രകാരവും പൊരുത്ത വിഷയത്തിലുള്ള തൻ്റെ പരിചയ സമ്പത്തും സമന്വയിപ്പിച്ച് ഈ വിഷയം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. സ്ത്രീ ജാതകത്തിലുള്ള ദോഷങ്ങൾക്ക് പരിഹാരം പുരുഷ ജാതകത്തിൽ ഉണ്ടായിരിക്കും. ജാതക പൊരുത്തം പരിശോധിക്കുമ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ ജന്മലഗ്നം, ചന്ദ്രലഗ്നം, ശുക്രലഗ്നം എന്നിവയാണ് ഗ്രഹസാമ്യം നോക്കാൻ സ്വീകരിക്കേണ്ടത്. വിവാഹകാരക എന്ന നിലയിലാണ് ശുക്രനെ ഈ വിഷയത്തിൽ പരിഗണിക്കുന്നത്. രണ്ടു ജാതകങ്ങളിലെയും ഭാവചിന്ത ചെയ്ത് ദാമ്പത്യ ജീവിതം വിജയകരമാകുമോ എന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ലഗ്നഭാവം 2, 4, 7, 8, 12 ഈ ഭാവങ്ങളാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. ലഗ്നഭാവം കൊണ്ട് ആരോഗ്യം, പദവി, 2 വെച്ച് കുടുംബം, ധനസ്ഥിതി, 4 വെച്ച് സുഖാനുഭവങ്ങൾ, ഇനി 7 വെച്ച് കളത്രയോഗം, പങ്കാളികളുടെ സഹകരണങ്ങൾ, നിവൃത്തി, ഇതൊക്കെ. 8 മംഗല്യസ്ഥിതി, ആയുസ്. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശയന സുഖ അനുഭവങ്ങൾ, ചെലവുകൾ ചെയ്യുന്ന രീതി. അപ്പൊ ഈ കാര്യങ്ങളിലുള്ള അനുഭവയോഗം അനുകൂലമാണോ എന്ന് രണ്ട് ജാതകങ്ങളെയും യോജിപ്പിച്ച് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്രഹനിലയും ഒരു ജാതകവും പൂർണ്ണമായും ശുഭവുമല്ല അശുഭവുമല്ല. പാപഗ്രഹങ്ങൾ പൊതുവെ ദോഷഫലങ്ങളെയും ശുഭഗ്രഹങ്ങൾ നല്ല അനുഭവങ്ങളെയും സൂചിപ്പിക്കുന്നു. അത് എത്രമാത്രം രണ്ട് ജാതകങ്ങളിലുമുണ്ട്, അവയെ തമ്മിൽ യോജിപ്പിക്കാമോ എന്നാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ശുഭഗ്രഹങ്ങളായ ഗുരു, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ എന്നിവ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതിനാൽ പാപഗ്രഹങ്ങളായ കുജൻ, രവി, ശനി, രാഹു, കേതു എന്നിവരുടെ ഫലങ്ങൾ മാത്രമേ ഇവിടെ പരിഗണിക്കാറുള്ളൂ. കുജൻ അക്രമം, വഴക്ക്, വിദ്വേഷം ഇവ പ്രകടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗ്രഹമാണ്. ശനി സ്ഥിരമായി ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തനാണ്. രോഗദുരിതങ്ങൾ ഉണ്ടാക്കുക, അടിമയെപ്പോലെ പണി ചെയ്യിപ്പിക്കുക, അവഗണന അനുഭവിപ്പിക്കുക മുതലായ ബുദ്ധിമുട്ടുകൾ ശനി ഉണ്ടാക്കും. കൂടാതെ ശനി ദാമ്പത്യ ജീവിതത്തിൽ ഗൂഢമായ പ്രവൃത്തികൾ അനുഷ്ഠിക്കാനും പ്രാപ്തനാക്കും. രവി അതായത് ലഗ്നം 2, 4, 7, 8, 12 ഭാവങ്ങളിൽ നിന്നാൽ വഴക്കുകൾ, മാനസിക സംഘർഷങ്ങൾ, അഭിമാനത്തെ വ്രണപ്പെടുത്തൽ, ക്രൂരതകൾ ചെയ്യൽ തുടങ്ങിയതിന് പ്രാപ്തനാക്കും. രാഹു ദമ്പതികളിൽ ഉൾവലിയലുകൾ, അശ്രദ്ധ എന്നിവ ഉണ്ടാക്കും. അവഗണന, ദേഹോപദ്രവം എന്നിവയുണ്ടാക്കാൻ കേതു മേൽ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ പ്രാപ്തനാകും. ഇതെല്ലാം ഇരു ജാതകങ്ങളിലും ശ്രദ്ധയോടെ പരിശോധിച്ചു വേണം വിവാഹ ചേർച്ചയ്ക്കായി സ്വീകരിക്കാൻ. ഒരു ജ്യോത്സ്യനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതുമായ ജോലിയാണ് സ്ത്രീ പുരുഷ ജാതകങ്ങളുടെ വിവാഹ ചേർച്ച നോക്കി വിവാഹത്തിനായി സ്വീകരിക്കുന്നതും വിവാഹ മുഹൂർത്തം ശാസ്ത്രാനുസരണം പരിശോധിച്ച് കുറിക്കുന്നത്. ഇതൊക്കെയാണ് വിവാഹ പൊരുത്ത ജാതക പൊരുത്ത പരിശോധനയിലെ പ്രായോഗികതകൾ. ഞങ്ങളുടെ ഈ ചാനൽ
മുഴുവനായും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് നീതമായി അപേക്ഷിക്കുകയാണ്. നമസ്തേ.